10ാം തരം കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 1 മാർക്ക് 2 മാർക്ക് ചോദ്യോത്തരങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെയും വ്യാകരണ സംബന്ധമായ ധാരണ നേടുന്നതിലൂടെയും നമുക്ക് 1 മാർക്ക് 2 മാർക്ക് ഈ ക്രമത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി എഴുതാൻ കഴിയും. ഇവിടെ 1ാമത്തെ ചോദ്യം: പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്. പത്രമുടമയുടെ ഈ വാക്കുകൾ തെളിയുന്നത് പരിഹാസം. ഇവിടെ അത്ഭുതമാണോ അഭിനന്ദനമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. എന്നാൽ ശരിയായ ഉത്തരം പരിഹാസമാണ്. റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം വെങ്കടേശ അയ്യങ്കാർ. റെസിഡന്റ് എഡിറ്റർ എന്ന കഥയുടെ കർത്താവ് VKN. പ്രത്യുൽപ്പന്നമതി എന്ന പദത്തിന്റെ അർത്ഥം വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ള ആൾ. എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വിരൽ മുളയ്ക്കുക എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് പങ്കുവയ്ക്കുവാനുള്ള തിടുക്കം. അന്നന്നത്തെ മോക്ഷം എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയം നവമാധ്യമങ്ങളിലെ ഉള്ളടക്കം പങ്കുവയ്ക്കലിനെ മോക്ഷമായി കാണുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ വിമർശനാത്മകമായ അവതരണം. വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. ഈ വാക്യത്തിൻ്റെ ആശയത്തിന് യോജിച്ച പ്രസ്താവന. മറ്റുള്ളവരെ പോലെ ബാഡ്ജ് അണിയാനുള്ള യൂസഫിൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് പകരം പദം അല്ലെങ്കിൽ സമാന പദം പരിചയപ്പെടാം. യുദ്ധം, ആയോധനം, രണം, പോര്. മുഖം, ആസ്യം, ആനനം, വക്ത്രം. വിരൽ, അങ്കുലം, കരശാഖ, അങ്കുലി. മനസ്സ്, മാനസം, ചിത്തം, ചേതസ്. തേൻ, മധു, മരന്തം, മടു. പക്ഷി, ഖഗം, വിഹഗം, വിഹംഗം. ലജ്ജ, വ്രീള, ത്രവ, നാണം. കടൽ, ആഴി, അംബുതി, ജലധി. ഇനി വിഗ്രഹിച്ച് സമാസം കണ്ടെത്തുക എന്നുള്ള ചോദ്യമാണ്. രാമരാവണ യുദ്ധം. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം. ഇവിടെ മധ്യമ പദലോപിയാണ് സമാസം. വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ടക്കാലത്തുള്ള സ്മരണകൾ. ഇതും മധ്യമ പദലോപിയാണ്. തടിക്കഷ്ണം, തടിയുടെ കഷ്ണം. സംബന്ധിക്കാ തൽപുരുഷനാണ്. ഹൃദയമിടുപ്പ്, ഹൃദയത്തിൻ്റെ മിടുപ്പ്. ഇതും സംബന്ധിക്കാ തൽപുരുഷനാണ്. വനാന്തർഭാഗം, വനത്തിൻ്റെ അന്തർഭാഗം. മന്ദതാളം, മന്ദമായ താളം. ഇത് കർമ്മധാരേനാണ്. ശാന്തസ്പർശം, ശാന്തമായ സ്പർശം. ഇതും കർമ്മധാരേനാണ്. ഇനി സന്ധി നിർണ്ണയിക്കുക എന്ന ചോദ്യമാണ്. മുഖത്തെറിഞ്ഞു, മുഖത്ത് അധികം എറിഞ്ഞു. ഇവിടെ ലോപസന്ധിയാണ്. ഉടമയാണ്, ഉടമ അധികം ആണ്. ആഗമസന്ധിയാണ്. കാറ്റിളക്കം, കാറ്റ് അധികം ഇളക്കം. ഇതും ലോപസന്ധിയാണ്. കുതിച്ചോടി, കുതിച്ച് അധികം ഓടി. ഇവിടെയും ലോപസന്ധി വരുന്നുണ്ട്. ചെത്തി ഒരുക്കുക, ചെത്തി അധികം ഒരുക്കുക. ഇവിടെ ആഗമസന്ധിയാണ്.